ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് റെയ്ഡ് പാർട്ട് 2 ആണ്. അപ്പോൾ എനിക്ക് റിവെഞ്ച് ഡേ ആണ് ഗായ്സ്. റിവെഞ്ച് ആണ് ഗായ്സ്. അപ്പോൾ കേശ് ഇതാ ഇവിടെ ഉണ്ട്. നമ്മളിന്ന് എടുക്കാൻ പോകണം ലൈറ്റ് റെയ്ഡാണ്. ഇത്തിരി ടഫാക്കാനാണ് ഗായ്സ്. നമുക്ക് ഇത്തിരി ടഫായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഗായ്സ്. അപ്പോൾ നമുക്ക് ഇനി ഹോട്ട് ആൻഡ് കോൾഡ് നെല്ലിൽ പോയിട്ട് കാണാം. അപ്പോൾ ഗായ്സ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ഗായ്സ്. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു അടിയും കിട്ടി ഗായ്സ്. വീണ്ടും എൻ്റെ ലക്ക് തെളിയിക്കുകയാണ് ഗൈസ്. കയറി ആദ്യം തന്നെ അടി കിട്ടി ഗൈസ്. അപ്പം ഞാൻ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് പോകാം, ഇത് കയറാം ഗൈസ്. ഇവിടെ ചെസ്റ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് നേരത്തെ. നമുക്ക് കയറാം. എൻ്റെ കയ്യിൽ 10,000 ഫ്രാഗ്മെൻറ്റ്സ് ഉണ്ട് ഗൈസ്. അപ്പം ഞാൻ വേണം ഹോസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു ഫ്രൂട്ട് എടുക്കാം ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം, സ്പിരിറ്റ് എടുക്കാം. പക്ഷേ കുഴപ്പമില്ല സ്പിരിറ്റ് എടുത്താൽ ശരിയാവില്ല. അതുകൊണ്ട് നമുക്ക് സ്പിന്നെടുക്കാം ഗൈസ്. സ്പിന്നെടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കാണിച്ചിട്ട് നമുക്ക് ടോക്ക് ചെയ്യാം. നോർമൽ നമുക്ക് ലൈറ്റ് എടുക്കാം ഗൈസ്. 1,00,000 രൂപ. ഗൈസ് അപ്പം നമുക്ക് മൈക്രോ ചിപ്പ് കിട്ടി ഗൈസ്. ഇതാണ് ഗൈസ്. അപ്പം നമുക്ക് പുറത്തുനിന്ന് കൊടുത്താതില്ല. അപ്പോൾ ഗൈസ് നമുക്ക് കൊടുക്കാം ഗൈസ്. കൊടുക്കാൻ പറ്റില്ല ഗൈസ്. കൊടുക്കാം ഗൈസ്. അപ്പോൾ ലോഡ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ താഴെ എത്തി ഗൈസ്. ഈ വട്ടം റിവെഞ്ച് എടുക്കണം ഗൈസ്. ലൈറ്റ് റൈഡാണ് ഗൈസ്. ഞാൻ ട്രാൻസ്ഫോം ആയി ഗൈസ്. ഇങ്ങനെ വെച്ചിരിക്കാം ഗൈസ്. എന്നാ ഗൈസ്. അപ്പോൾ ഞാൻ എന്താണ്ട് ഇവനിങ്ങനെ അടിച്ചെടുക്കുക ഗൈസ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ തീരും ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇത് ഞാനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഗൈസ്. ഞാൻ ചുമ്മാ ചാവായിരുന്നാൽ മതി ഗൈസ്. എനിക്ക് റിവെഞ്ച് എടുക്കണം ഗൈസ്. ഈ വട്ടം ഞാനായിരിക്കും ബോസിനെ കൊല്ലണത് ഗൈസ്. എന്നങ്ങ് പറയണമെന്നുണ്ട്. പക്ഷേ ടീറക്സ് വെച്ച് എന്നെ ഹെൽപ്പ് ചെയ്യും. അത് തന്നെ ഗൈസ്. ഞാൻ പിടിട്രി സ്ക്രീച്ചിടുമ്പോഴേക്കും ആവുമെന്ന് അടിച്ച് തീർക്കും ഗൈസ് ബോസിനെയൊക്കെ. അത്രേ ഉള്ളൂ അതൊക്കെ. അത് സൈലൻറ്റ് വരണം. ഇനി എനിക്ക് സൂക്ഷിച്ച് പോകാനുള്ള ടൈമാണ്. ഓക്കെ ഗൈസ്. എങ്ങനെയാ കപ്പലിലെത്തിയിട്ടുണ്ട് ഗൈസ്. സമയമില്ല ഗൈസ്. അയ്യോ ഗൈസ്, വെള്ളത്തിൽ വീണ് ഗൈസ്. അയ്യോ ഗൈസ്, ചത്ത് ഗൈസ്. വെള്ളത്തിൽ വീണ് ചത്തില്ല ഗൈസ്. ഞാൻ ഒരു കാര്യം ചെയ്യാം ഗൈസ്. എൻ്റെ ഹെൽത്ത് കൂടട്ടെ ഗൈസ്. ഞാൻ ഇനി ട്രാൻസ്ഫോം മാറി ഗൈസ്. അല്ലെങ്കിൽ ചാവും ഞാൻ എപ്പോഴും. പിന്നെ എനിക്കൊന്നൊരു ലക്കായതുകൊണ്ട് ഞാൻ രക്ഷപ്പെടുന്നു ഗൈസ്. അപ്പം നമുക്ക് ഓട്ടിക്കാം. തട്ടി കളിക്കണം ഗൈസ്. കേശിനെ തട്ടി കളിക്കണമെന്നാണ്. അപ്പം ഞാൻ വന്ന് എല്ലാവരെയും കുഴച്ച് വീർത്താം ഗൈസ്. കാരണം ടീറക്സ് ആണ് ഗൈസ് എൻ്റെ ഉള്ളത്. പവർ ഓഫ് ടീറക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗൈസ്. ബോട്ട് എത്തി ഗൈസ്. ഞാൻ ഇവിടെ എത്തി ഗൈസ്. അവനെ അടിച്ച് മാക്സ് 4 ആയി ഗൈസ്. ഇനി ഞാൻ ഭയങ്കര അടിയായിരിക്കും. ഇനി ഫുൾ അടി മാത്രമാണ് ഗൈസ്. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഗൈസ് ഞാൻ വന്ന് കയറിയപ്പോൾ ഐലൻഡ് 2 ക്ലിയർ ആയി ഗൈസ്. എന്നെ ഒരുമാതിരി കളിയാക്കും പോലെ ആയിരുന്നു ഗൈസ്. അത് എന്നെ യൂസ് ഇല്ലാത്ത പോലെ ഒരുമാതിരി ഗൈസ്. അവൻ പറയണ ഞാൻ വന്ന് എല്ലാവരും അടിച്ചു കൊല്ലാനെന്ന്. പക്ഷേ ഗൈസ് ഇനി 10 മിനിറ്റും കൂടെ ഉള്ളു. നമുക്ക് ലൈറ്റ് റൈഡ് എങ്ങനെയും ജയിക്കണം ഗൈസ്. എവിടെയാണ് എവിടെയെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ വഴി തെറ്റി പോകും. നിന്റെ ബോട്ട് ഇറങ്ങുന്ന നേരെ വാ.
ഞാൻ നിന്നെ നോക്കി തന്നെ വരാം. കുഴപ്പമില്ല, ഇപ്പം എനിക്ക് 2 ജമ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏകദേശം എനിക്ക് ഇതിൽ പോകാൻ പറ്റും ഗൈസ്. കുഴപ്പമില്ല, ഇപ്പം അങ്ങെത്തും, ഞാൻ ഇപ്പം അങ്ങെത്തും, കുഴപ്പമില്ല. അതിന് മുങ്ങിയാലും സീനില്ല. ഓക്കെ ഗൈസ്, ഞാൻ അവിടെ എത്തി ഗൈസ്. ഫറി മീറ്റർ നമുക്ക് ഇടാം ഗൈസ്. ഞാൻ ഇങ്ങനെ ഫറി മീറ്റർ ഇടുമ്പോൾ തന്നെ എല്ലാവരും പേടിച്ച് വിറയ്ക്കും ഗൈസ്. ഫറി മീറ്റർ ഉള്ള ഒരിതാണ് ഗൈസ്. അതിട്ടാൽ നമുക്ക് എല്ലാവരെയും കടിച്ച് തൂക്കി അടിക്കാം ഗൈസ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇതാണ് ഗൈസ്. അപ്പം കുറച്ച് പൈസയൊക്കെ കിട്ടി ഗൈസ്. നമുക്ക് പെട്ടെന്ന് എല്ലാവരെയും തീർക്കണം ഗൈസ്. ഗൈസ് ഞാൻ വന്നപ്പോഴേക്കും വീണ്ടും ക്ലിയർ ആയി ഗൈസ്. ഗൈസ് ഇനി നിങ്ങൾക്ക് ഇനിയും റൈഡ് കളിക്കണമെങ്കിൽ നമ്മൾ ബുദ്ധ റൈഡ് ചെയ്യണമായിരിക്കും ഗൈസ്. പക്ഷെ നമ്മൾ 2 പേരല്ല, വേറെ ആരെങ്കിലും കൂടി വിളിക്കും ഗൈസ്. കാരണം അത്രയും ടഫാണ് ഗൈസ് ബുദ്ധ റൈഡ്. വേറെ ഒരു ബുദ്ധ യൂസറിനെ കൂടെ കമൻറ്റ് ചെയ്താൽ മതി ഗൈസ്. നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ പേര് പറഞ്ഞാൽ മതി ഗൈസ്. നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട് റിക്വസ്റ്റ് ഇടാം ഗൈസ്. അപ്പം ഇനി 8 മിനിറ്റും കൂടെ ഉള്ളൂ ഗൈസ്. ആരും കാണാനില്ല. ഇനിയിപ്പോൾ മണ്ടേന്ന് കുറേയൊക്കെ വരും വീണ് ഗൈസ്. മണ്ടേന്ന് വന്നു ഗൈസ്. മേളിൽ കയറണ്ട. മേളിൽ കയറിയാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് കൂട്ടത്തോടെ ചിലപ്പം ആക്രമിക്കും ഗൈസ്. വേണ്ട ഗൈസ്. എന്നാലും പക്ഷേ ടീറക്സ് ഫോർ എ റീസൺ ആണ് ഗൈസ്. പിന്നെ നമ്മൾ ഇനി കുറേ ലെവലപ്പൊക്കെ ചെയ്തിട്ട് അവനും കൂടി ടീറക്സ് കൂട്ട് വെച്ച് നമ്മൾ ഒരുമിച്ച് ടീറക്സിലൊരു യാത്ര പോകണമായിരിക്കും ഗൈസ്. നമ്മൾ 3rd സീം ചുറ്റി കറങ്ങും ഗൈസ്. നിങ്ങൾ ആ വീഡിയോയും കാണണം ഗൈസ്. ഇനി 7 മിനിറ്റും കൂടെ ഉള്ളൂ. എല്ലാം പെട്ടെന്ന് ചെയ്യണം ഗൈസ്. അവനും കൂടെ ഉള്ളൂന്നാണ് തോന്നുന്നത്. അവൻ വെള്ളത്തിൻ്റെ അടിയിൽ പോയി ഗൈസ്. അവൻ വന്നു ഗൈസ്. അവനെ അടിച്ച് പെട്ടെന്ന് കൊല്ലാം. പറപ്പിച്ച ഞാൻ തീർത്തോളാം, വിചാരിക്കണ്ട ഗൈസ്. അവനെ ബുദ്ധി അടിച്ച് പറപ്പിച്ച് ഞാൻ അവനെ വെട്ടി തീർത്തു ഗൈസ്. ഐലൻഡ് 4 ക്ലിയർ ആയി. ഇനി ഐലൻഡ് 5 നോക്കാം. അവിടെയാണെന്ന് തോന്നുന്നു ഗൈസ്. ഞാൻ കണ്ടു ഗൈസ്. ഇത് ഇനി ടഫാണ് ഗൈസ്. നമ്മൾ അതിൻ്റെ അകത്ത് കൂടി കയറി അതിൻ്റെ നടുക്കൂടി എൻ്റെ അകത്ത് വീണിട്ട് വേണം അടിക്കാൻ ഗൈസ്. ആണ് ഗൈസ്. ഇതാണ് ഫൈനൽ റൗണ്ട് ഗൈസ്. ഇനി എനിക്കൊരു കാര്യം ചെയ്യാണ്ട് ഇത് നമുക്ക് ചെറുതാവണം. ഏറ്റവും മണ്ടയിലാണ് ബോസസ് പോകണം. വാ, ഇതിൻ്റെ അകത്ത് കയറി വാ. ഞാൻ കയറി അടിക്കാം. ബോസസ് ഫോണാവും ഇപ്പം. അകത്ത് കയറി ചാവും. പക്ഷേ അതിന് ചെറുതായിട്ടേ കയറാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്താണ് സ്പോണാവുന്നത്. വെളിയിൽ കൊണ്ടുവരാല്ലേ. എനിക്കിവിടെ ഭയങ്കര ഫൈറ്റ് കിടക്കുന്നു. ഞാൻ ഇപ്പോൾ പുറത്തിട്ട് ഇറങ്ങി. വെളിയിൽ കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അവൻ താനേ ചിലപ്പോൾ ഈ മതിലിൻ്റെ ഇടയിൽ കൂടി വെളിയിൽ വരും. 6 മിനിറ്റ് ഉണ്ട് ഗൈസ്. പക്ഷേ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യാം. ഒരുമിച്ച് പോകാം. നമുക്ക് ഒരുമിച്ച് പോയി അടിക്കാം ഗൈസ്. ഞാനിപ്പോൾ ചെറുതായിട്ടാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റില്ല ഗൈസ്. ചെറുതായാലും വലുതായാലും ഏകദേശം ഒരേ പവറാണ്. പക്ഷേ നടുക്കോട്ട് അങ്ങോട്ട് ചാടിയാൽ മതി. ഒറ്റ ഒപ്പ് കൂടെ പൊട്ട് കിടക്കണോട്ട്. ഇവിടെ കുറേ പേര് നോക്ക്. ഇവിടെ ഫുൾ ആൾക്കാരാണ് ഗൈസ്. അപ്പം ഞാൻ ഗൈസ് അവൻ ചത്തില്ല ഗൈസ്. അവൻ അങ്ങനെയൊന്നും ചാവില്ല ഗൈസ്. പക്ഷെ ഞാൻ എൻ്റെ ടീറക്സ് കൂട്ടിട്ട് മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഗൈസ്. ഇനി എനിക്ക് ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ ഗൈസ്. ട്രാൻസ്ഫോർമേഷൻ ആവാനായിട്ട് അടിക്കുന്നത് ഗൈസ്. പക്ഷെ അകത്തുള്ള ആൾക്കാരാണ് ഗൈസ് ഞാൻ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അകത്തുള്ള ആൾക്കാരെ ഞാൻ കറക്റ്റിട്ട് അടിക്കുകയാണ് ഗൈസ്. ഇനി 5 മിനിറ്റും കൂടെ ഉള്ളൂ. നമുക്ക് മാക്സിമം പെട്ടെന്ന് ഞാൻ ഒരാളെ കൊന്നു ഗൈസ്. ഇവിടെ ഒരാൾ സ്പോണായി ഗൈസ്. എങ്ങനെയെങ്കിലും ഇനി എനിക്ക് ഈ ഒരാളെയും കൂടി കൊല്ലണം ഗൈസ്. അവൻ പെട്ടെന്നാണ് ഗൈസ് പറഞ്ഞത്. പക്ഷേ കുഴപ്പമില്ല. ഞാനിപ്പോൾ അങ്ങോട്ട് പോകും. പുറത്തോട്ട് വന്ന്
ഗൈസ്. അപ്പോൾ എനിക്കിനി പെട്ടെന്ന് പോകണം ഗൈസ്. എനിക്കിനി ഓടി കയറണം ഗൈസ്. എന്നാലും എനിക്കിനി ഹെൽപ്പ് ചെയ്യാൻ പറ്റും. 4 മിനിറ്റും കൂടെ ഉള്ളു ഗൈസ്. നമുക്കിനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം ഗൈസ്. ഹെൽപ്പിന് ഞാൻ എത്തി ഗൈസ്. നമുക്കിനി ട്രാൻസ്ഫോർമേഷൻ ആവണം. ട്രാൻസ്ഫോർമേഷനായി ഗൈസ്. ഞാൻ ഇനി ബോസിനെ കിട്ടൊരു പണി കൊടുക്കാം ഗൈസ്. നമുക്കെല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കാം ഗൈസ് ബോസിന്. ഓ ഗൈസ്, ഞാൻ തൂക്കിയെടുത്ത് അടിച്ച് ഗൈസ് ബോസിന്. ഗൈസ് ഞാനും കൂടി വന്നപ്പോൾ ബോസ് ഗൈസ് ഇപ്പോൾ തീർന്നു ഗൈസ്. ഞാൻ ഇപ്പോൾ ചെറിയ ട്രാൻസ്ഫോം ആയി ഗൈസ്. എന്നിട്ട് ബോസിനെ അള്ളി എറിയാണ് ഗൈസ്. ബോസിനെ അള്ളി കൊല്ലാണ് ഗൈസ് ബോസിനെ. ഗൈസ് 48 കിട്ടി ഗൈസ് ബോസിനെ കൊന്നപ്പോൾ. ഇനി നമുക്കൊന്ന് അകത്ത് പോകണം. ഞാൻ അകത്ത് പോകാം, നീ പുറത്ത് നിന്നടി. പുറത്തുണ്ട് ആളെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ പുറത്തേക്ക് എന്നാൽ ഗൈസ്. അപ്പോൾ പുറത്തും ആൾക്കാരുണ്ട് ഗൈസ്. അപ്പോൾ അവരെയൊക്കെ കൊല്ലണം ഗൈസ്. ഇതാ ഒരാൾ നിൽക്കുന്നു ഗൈസ്. ഇനി 3 മിനിറ്റും കൂടെ ഉള്ളു ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊല്ലണം. ഞാനിപ്പോൾ ഒരാൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി ഇവനെയും കൂടി കൊന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ കളി തീരുള്ളൂ ഗൈസ്. നമുക്ക് ഒരിത് ചെയ്യാം ഗൈസ്. ഞാനിപ്പോൾ ട്രാൻസ്ഫോം ആവാതെയാണ് ഗൈസ് അടിക്കുന്നത്. അയ്യോ ഗൈസ്, വെള്ളത്തിൽ വീണോടെ പോയി. എല്ലാവരും ഇപ്പോൾ അകത്ത് തന്നെ തോന്നുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോവാം ഗൈസ്. ഗൈസ് അവൻ ചാവുന്ന ഗൈസ് പറയണേ. ഞാൻ പെട്ടെന്ന് എത്തിയിട്ടുണ്ട് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്. ഞാൻ വലിച്ചെല്ലാവരും എടുത്തിട്ട് ഒരു ഹണ്ടേഴ്സ് റേഞ്ചിൽ വിട്ട് കൊടുക്കാം ഗൈസ്. പിന്നെ ഒരു ടേഴ്സ് ആയിപ്പിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി ഗൈസ്. ചാർജില്ല ഗൈസ്. ചാർജ് തീർന്നു. പക്ഷെ കുഴപ്പമില്ല ഗൈസ്. ഈ റൈഡ് തീർന്നിട്ടേ ഞാൻ നിർത്തുള്ളൂ ഗൈസ്. എല്ലാം ഇനി അകത്താണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. പെട്ടെന്ന് പോകാം ഗൈസ്. 2 മിനിറ്റേ ഉള്ളൂ ഗൈസ്. പുറത്താണ് ഗൈസ്. ഇപ്പം പെട്ടെന്ന് പോകാം ഗൈസ്. പെട്ടെന്ന് പോകണം. ഇനി 2 മിനിറ്റും കൂടെ ഉള്ളൂ ഗൈസ്. ട്രാൻസ്ഫോം മാറ്റിയാലേ ഗൈസ് കയറാൻ പറ്റുള്ളൂ. ഞാൻ പുറത്തെത്തി ഗൈസ്. ഞാൻ പുറത്തെത്തിയിട്ടുണ്ട് ഗൈസ്. ഞാൻ പുറത്തെത്തി ഗൈസ്. ഒരാളും കൂടി ഉണ്ട് ഗൈസ്. ഇനി അപ്പോൾ ഗൈസ് ഇനി ഇവനെയും കൂടി കൊല്ലണം ഗൈസ്. റേഡ് ജയിക്കുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. അപ്പം ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ജയിച്ചു ഗൈസ്. നമ്മൾ ഇപ്പോൾ ഫാക്ടറി വന്നു ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് അവിടെയും കൂടി പോകണം ഗൈസ്. ഫാക്ടറിയിലും കൂടി പെട്ടെന്ന് പോകണം ഗൈസ്. ഫാക്ടറിയിലൊന്ന് പോയി നോക്കാം. ഫാക്ടറിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അടിക്കാം ഗൈസ്. ഫുൾ ഫാക്ടറി പക്ഷേ ഇപ്പോൾ ചാവും ചിലപ്പം. പക്ഷേ കുഴപ്പമില്ല ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് മാക്സിമം നോക്കാം ഗൈസ്. നമുക്കിവിടെ ജീവനോടെ നിൽക്കാം ഗൈസ്. സ്റ്റൈൽ സ്വൈപ്പും കൊടുത്ത് നമുക്ക് ഒരു ഗൈജാനിക് ലീപ്പും കൊടുക്കാം ഗൈസ്. കുറച്ച് KTM റൈഡർ നമ്മളെ കൊന്നു ഗൈസ്. കേശു തന്നെ നമ്മളെ കൊന്നു ഗൈസ്. റേഡിന് പോയപ്പോൾ കേശു തന്നെ നമ്മളെ കൊന്നു ഗൈസ്. പക്ഷെ കുഴപ്പമില്ല ഗൈസ്. എനിക്ക് ഫ്രാഗ്മെൻറ്റ്സ് കിട്ടി ഗൈസ്. അതാണ് എനിക്ക് ആവശ്യമുള്ളത് ഗൈസ്. അപ്പം കേശുവിനൊരു മാഗ്മ ഫ്രൂട്ട് കിട്ടി ഗൈസ്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. കേശുവിനൊരു ഫ്രൂട്ട് കിട്ടി ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്. അപ്പം കേശുവിന് മാഗ്മ ഫ്രൂട്ട് കിട്ടി ഗൈസ്. അപ്പോൾ ഗൈസ് കേശുവിന് മാഗ്മ ഫ്രൂട്ട് കിട്ടി ഗൈസ്. കേശുവിന് മാഗ്മ ഫ്രൂട്ട് കിട്ടി ഗൈസ്. ഇതാണ്ട് മാഗ്മ ഫ്രൂട്ട് കിട്ടി കേശുവിന്. അവൻ ഡ്രോപ്പ് ചെയ്ത് കേശുവിന് മാഗ്മ ഫ്രൂട്ട് കിട്ടി ഗൈസ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. അവൻ മാഗ്മ ഫ്രൂട്ട് അവനല്ല ഗൈസ് കിട്ടിയത്. വേറൊരാൾക്കാണ് മാഗ്മ ഫ്രൂട്ട് കിട്ടിയത്. ശരിക്കും അവന് കിട്ടിയ ഫ്രൂട്ട് ഡാർക്കാണ് ഗൈസ്. സോറി ഗൈസ്, ഒരു മിസ്റ്റേക്ക് പറ്റി ഗൈസ്. അവന് ഡാർക്ക് ഫ്രൂട്ടാണ് ഗൈസ് കിട്ടിയത്. അപ്പം ഇനിയും റൈഡ് വേണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഇനി അടുത്ത റൈഡുമായി നമ്മൾ വരുന്നതായിരിക്കും. ബൈ.